Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വെച്ച് എടുത്തിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാറുള്ളത് തന്നെയാണ്, പക്ഷേ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക രുചി തന്നെയാണല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള നാളികേരക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നാളികേരം നെയ്യിൽ വറുത്താണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ കളറാവുന്ന വരെ വറുത്തെടുക്കുക. ഇതിൽ കുറച്ച് അധികം നാളികേരക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയിൽ കടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് കുറേ അങ്ങനെ കടിക്കണത് ഇഷ്ടമൊന്നുമല്ല, അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമായ കാരണം അങ്ങനെ കുറച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നല്ലൊരു സ്മെല്ലാണല്ലേ നാളികേര എണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത്. നെയ്യിലാണെങ്കിൽ കുറച്ചും കൂടി നല്ല സ്മെല്ലായേനെ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും കളർ മതി കേട്ടോ. ഇനി ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടി മൂത്ത് പോകും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അപ്പോൾ അമ്മ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് റവയും മൈദയും വെച്ചിട്ടാണ് കേട്ടോ, അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1.5 കപ്പ് റവയാണ്. ഞാനൊക്കെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷെ അമ്മ എപ്പോഴും ഇങ്ങനെ റവയും മൈദയും വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുക. മൈദ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് റവയും 2 കപ്പ് മൈദയും. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കിലോ ശർക്കരയൊക്കെ എടുത്തിട്ടുണ്ടാവും. കുറച്ച് വെള്ളത്തിൽ അത് നന്നായി മെൽറ്റാക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ കൊത്തും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കാ പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. അപ്പോൾ അമ്മയാണ് അതൊക്കെ ചേർത്ത് തന്നത്, അപ്പോൾ ഞാൻ കുഴയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിതിൽ നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കുകയാണ്. അപ്പോൾ നല്ല തിക്കാവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് കുഴച്ചെടുക്കുക കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ പാകമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ കൺസിസ്റ്റൻസിയിൽ മാവിന് കുഴച്ചെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി ഒരു ഇളം ചൂടിൽ തന്നെ ചേർക്കണം കേട്ടോ, നന്നായിട്ട് തണുത്തിട്ട് ചേർക്കണ്ട. അതിൻ്റെ ഇടയിൽ ഒരു പപ്പടം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം കുതിർന്നതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈവച്ച് കുഴയ്ക്കുക. കൈവച്ച് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒന്ന് വെക്കുക. ഇതിലത്തെ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വയ്ക്കും തോറും ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ, 1.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് അലിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ വിറകടുപ്പിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കാരുരുളി വെച്ചിട്ടുണ്ട്, ഉണ്ണിയപ്പത്തിൻ്റെ തട്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം വേണം ഇതിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം നിറച്ചാൽ മതി, ഫുള്ളായിട്ട് നിറയ്ക്കരുത്. പിന്നെ വിറകടുപ്പിലായതുകൊണ്ട് നമുക്ക് ഫ്ലെയിമൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അടിഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, മൂത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഞാനൊക്കെ ഇടയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ അടിഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് വിണ്ട് കീറണ പോലെയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്രയ്ക്ക് അറിയില്ല. പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ് അമ്മ ഉണ്ടാക്കാറ് എപ്പോഴും. നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, വേഗം തന്നെ 2 ഭാഗവും ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പാകുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ഇനി ഇത് കോരി മാറ്റുക.
അപ്പം നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലും പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റുമാണ്, നല്ല കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.